പോപ്പുലർ ഫ്രണ്ടിന് തൊട്ടു പിന്നാലെ SDPIയെയും നിരോധിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. ഒപ്പം തന്നെ SDPIയുടെ ദില്ലിയിലുള്ള അവരുടെ നാഷണൽ ഹെഡ്ക്വാർട്ടർ റെയ്ഡ് തുടരുകയാണ്. അവിടേക്ക് രാവിലെ തന്നെ CRPFന്റെ സാന്നിധ്യത്തിലായിരുന്നു ED ഉദ്യോഗസ്ഥന്മാരെത്തിയത് റെയ്ഡ് നടത്തുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ഏതാണ്ട് 12ഓളം ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇടങ്ങൾ ബാംഗ്ലൂര്, കൊൽക്കത്ത, ലക്നൗ, അത് ഉത്തർപ്രദേശാണ്, ജയ്പൂരിൽ നടക്കുന്നുണ്ട് മധ്യപ്രദേശിൽ, താനെ മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട്, പാക്കൂർ ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ജാർഖണ്ഡിലാണത്. ഒപ്പം തന്നെ തന്തയാൽ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു ഇടത്തുകൂടി ഈ SDPIയുടെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ റെയ്ഡ്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് സമാനമായ രീതിയിലുള്ള റെയ്ഡാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ NIAയുടെ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കേസുകളിലായിട്ട് ആഭ്യന്തര മന്ത്രാലയം ഇതെല്ലാം തന്നെ പരിഗണിക്കുന്നുണ്ട്. രാജ്യവ്യാപകമായ റെയ്ഡ്, തിരുവനന്തപുരത്ത് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ഉള്ളവയും റെയ്ഡ് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ 3 ഇടങ്ങളിലെ റെയ്ഡ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തന്നെയാണ്. പിന്നീട് അവരുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമുള്ള മലപ്പുറമായിരുന്നു. ഏതായാലും മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരിലും പശ്ചിമ ബംഗാളിലും അടക്കം വ്യാപകമായ റെയ്ഡ്. ഒപ്പം തന്നെ ദില്ലി PFIയുടെ നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിലും റെയ്ഡ് നടക്കുന്നു. ഏതായാലും ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇനി നിരോധനത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നീക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടുകളും ഈ റെയ്ഡുകളുടെ വിശദാംശങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നതിൻ്റെ ഒരു തിരക്കുകളും മറ്റുമൊക്കെ ആകാം. ഏതായാലും SDPI നിരോധനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.